സ്വാഗതം ഹലോ ഡോക്ടറിലേക്ക്. ആന്റിബയോട്ടിക്സ് ഉപയോഗത്തിൽ എന്തെല്ലാമാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കേരള ആരോഗ്യ വകുപ്പിലെ ഡോക്ടർ LR ചിത്രയാണ്. സ്റ്റേറ്റ് TB സെൽ ഇന്റർമീഡിയറ്റ് റഫറൻസ് ലബോറട്ടറിയിലെ മൈക്രോബയോളജിസ്റ്റാണ് ഡോക്ടർ. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഈ ആന്റിബയോട്ടിക്സ്? എന്താണ് ആന്റിബയോട്ടിക്സിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത്? ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമ്മൾ ബാക്ടീരിയ, അതായത് അണുക്കൾ നമുക്ക് പല വിധത്തിലുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ്. അതിൽ ബാക്ടീരിയക്കെതിരായിട്ട് പ്രതിരോധിച്ച് പ്രവർത്തിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. നമുക്കറിയാം പല വിധത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ. പെൻസിലിൻ 1928 കണ്ടെത്തിയെങ്കിലും നമ്മൾ ആദ്യമായി അത് ഉപയോഗിച്ചത് 1942 പെൻസിലിൻ പോലുള്ള പല ആൻറ്റിബയോട്ടിക്കുകൾ, അതിനുശേഷം വേറെ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. അപ്പോൾ അതാണ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ നമ്മൾ ഈ പറയുന്നത് AMR അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൽ ആൻറ്റിബയോട്ടിക് മാത്രമല്ല അതിൽ കലർന്നിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്, ആൻറ്റിവൈറൽ എന്ന് പറയുമ്പോൾ നമുക്ക് വൈറസുകളാൽ ഉണ്ടാക്കപ്പെടുന്ന അസുഖങ്ങൾക്ക് നമുക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് ആൻറ്റിവൈറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ H1N1, അതായത് ഇൻഫ്ലുവൻസ, അതിന് കൊടുക്കുന്ന ഓസെൽടാമിവർ എന്ന് പറയുന്ന ഒരു മരുന്നെല്ലാം ആൻറ്റിവൈറൽ ഗണത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉള്ള മറ്റൊരു മരുന്നാണ് ആൻറ്റിഫംഗൽസ്. അതായത് നമുക്കറിയാം ഈ വട്ടച്ചോറി, അതായത് ടീനിയ പോലുള്ള അല്ലെങ്കിൽ തേമൽ പോലുള്ള ഫംഗസുകളാൽ ഉണ്ടാക്കപ്പെടുന്ന അസുഖങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ് ആൻറ്റിഫംഗൽസ്. അതുപോലെ വേറൊരു തരത്തിലുള്ളതാണ് ആൻറ്റി പാരസൈറ്റിക്. നമ്മൾ വിരയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആൽബൻഡസോൾ, അതും അല്ലെങ്കിൽ മലേറിയ എന്ന് പറയുന്ന അസുഖത്തിന് കൊടുക്കുന്ന ആർട്ടിമെസിൻ ഡെറിവേറ്റീവ്സ്, അതുപോലെ ക്യുനൈൻ, അതെല്ലാം പെടുന്നത് നമ്മുടെ ആൻറ്റി പാരസൈറ്റിക്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ആൻറ്റി മൈക്രോബിയൽസ് എന്ന് പറയുന്നത്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഒരു ആന്റിബയോട്ടിക് സാക്ഷരത എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻറ്റിബയോട്ടിക് സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടന 2015 പറഞ്ഞതാണ് AMR, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ലോകത്ത് കൂടുന്നു. അതിനാൽ നമ്മളെല്ലാവരും ആൻറ്റിബയോട്ടിക് സാക്ഷരതരാകണം എന്നുള്ളത് പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് 2018 WHO പറയുന്നു 2018 ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മുടെ കേരളമാണ്. കർസാപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ മുന്നോട്ട് കൊണ്ടുവരികയും കേരള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് കൊണ്ടുവരികയും അതിനാൽ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. ആൻറ്റിബയോട്ടിക് സാക്ഷരത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടർമാർ കുറിപ്പടിയിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. അത് കറക്റ്റ് ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം 5 ദിവസമാണെങ്കിൽ അത് കൃത്യമായിട്ട് 5 ദിവസവും കഴിക്കുക. ഇടയ്ക്ക് വെച്ച് നിർത്താതിരിക്കുക. മിച്ചം വരുന്ന ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ തുറസായ സ്ഥലത്തോ പുഴകളിലോ ഒന്നും ഒഴുക്കാതിരിക്കുക. അത് കൃത്യമായിട്ട് തിരിച്ച് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ കൊണ്ടു ചെന്ന് അതിന് ഡിസ്കാർഡിങ് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതെല്ലാമാണ് ആൻറ്റിബയോട്ടിക് സാക്ഷരത. അതായത് ആവശ്യമില്ലാതെ ഒരു സ്ഥലത്തും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതെ ഡോക്ടർ തരുന്നത് മാത്രം കഴിക്കുക എന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക് സാക്ഷരത. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു കാര്യം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ ആന്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യം അത് തന്നെയാണോ? അതെ. ഇത് ഈ ലോകാരോഗ്യ സംഘടന ഞാൻ നേരത്തെ പറഞ്ഞു 2015 ഇറക്കി, 2018 നമ്മൾ കർസാപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് സാക്ഷരത അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയേണ്ടതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലോകത്ത് ഒരു വർഷത്തിൽ 7 ലക്ഷം പേരാണ് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ഓർഗാനിസംസ്, അതായത് ആൻറ്റിബയോട്ടിക് പ്രതിരോധം അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ മെഡിസിൻസിന് പ്രതിരോധിച്ച് രോഗാണുക്കൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ കാരണം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ WHO പ്രകാരം 2050 ആകുമ്പോൾ അത് കൂടി 100 ലക്ഷം, അതായത് 10 മില്യൺ പോപ്പുലേഷൻ മരണങ്ങളാണ്
2050 ആവുമ്പം ഈ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഓർഗാനിസംസ് കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യത എന്ന് WHO കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു മഹാവിപത്തിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് അവെയർനെസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സാക്ഷരത എന്ന് പറയുന്നത്, അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 2050 ആകുമ്പോൾ WHO പ്രകാരം ഏറ്റവും കൂടുതൽ മരണം കാരണമായത് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നമ്മളെ അറ്റാക്കോ അല്ലെങ്കിൽ മസ്തിഷ്കമായി ബന്ധപ്പെട്ട CNS ബന്ധപ്പെട്ട അങ്ങനത്തെ അസുഖങ്ങളൊന്നുമല്ല, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ഓർഗാനിസം അല്ലെങ്കിൽ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് ഓർഗാനിസംസ് കൊണ്ടുണ്ടാക്കുന്ന അസുഖങ്ങൾ കാരണമായിരിക്കും ഏറ്റവും കൂടുതൽ മരണം, അതായത് 10 മില്യൺ മരണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അതുകൊണ്ട് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു ജലദോഷപ്പനി നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വൈറസാണ്. അതായത് ഒരു 98% ജലദോഷപ്പനിയും വൈറസുകളാൽ ഉണ്ടാക്കപ്പെടുന്നതാണ്. ആ വൈറസ് ജന്യ രോഗങ്ങൾക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അതായത് നമ്മൾ കൂടുതലായിട്ട് പറയുന്ന അസിത്രോമൈസിൻ, അമോക്സിസിലിൻ, ഓഗ്മെൻറ്റിൻ എന്നൊക്കെ ട്രേഡ് നെയിംസ് ആണ്. ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ ജലദോഷപ്പനിക്ക് 98% ജലദോഷപ്പനിയും വൈറസ് ജന്യമായതുകൊണ്ട് നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മളൊരു 2 ദിവസത്തിൽ കൂടുതൽ പനിയുണ്ട്, അങ്ങനെയാവുമ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് നിർദ്ദേശപ്രകാരം ആൻറ്റിബയോട്ടിക്കുകൾ തരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കഴിച്ചിരിക്കണം. അത് കഴിച്ചിരിക്കുന്നത് മാത്രമല്ല, എത്ര ദിവസമാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത് അത് കൃത്യമായി കഴിക്കണം. പലരും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആദ്യത്തെ 2 ദിവസം കഴിക്കും, നമ്മുടെ അസുഖം കുറച്ച് കുറയുമ്പോൾ പിന്നെ നമ്മൾ ആ മരുന്ന് അങ്ങ് നിർത്തും. അതൊരിക്കലും പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 5 ദിവസം കഴിക്കേണ്ട മരുന്ന് 5 ദിവസം 3 നേരമാണെങ്കിൽ 3 നേരം കഴിച്ചാൽ മാത്രമേ നമ്മുടെ രക്തത്തിൽ ശരിയായ അളവിൽ ആൻറ്റിബയോട്ടിക് ഉണ്ടാവുകയും നമ്മുടെ ഈ ബാക്ടീരിയനെ അത് നശിപ്പിക്കുകയും ചെയ്യുള്ളൂ. അഥവാ നമ്മൾ 2 നേരം 2 ദിവസം അല്ലെങ്കിൽ 1 നേരം വെച്ചിട്ട് 3 ദിവസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയോ ആൻറ്റിവൈറലാണെങ്കിൽ വൈറസോ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നശിക്കുകയില്ല. അത് മാത്രമല്ല, ഈ നമ്മൾ കഴിച്ച ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിച്ച് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ, അതായത് ഈ ബാക്ടീരിയയും വൈറസും എല്ലാം ജനിതകമായി മാറ്റങ്ങൾ സംഭവിച്ച് ഈ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള, പ്രതിരോധിക്കാനുള്ള ജനറ്റിക് മാറ്റങ്ങളെല്ലാം സംഭവിക്കും. അപ്പം ഭാവിയിൽ എന്ത് സംഭവിക്കും? ഈ രോഗാണു മറ്റൊരാളിൽ എത്തുകയാണെങ്കിൽ, അതായത് നമ്മളെ ശരീരത്തിൽ കുറച്ചുള്ള രോഗാണു ചിലപ്പോൾ നമ്മുടെ ഒരു പ്രതിരോധ ശക്തി കാരണം നമുക്ക് ആ അസുഖം കംപ്ലീറ്റ് മാറും. പക്ഷേ ഇത് വേറൊരാൾക്ക് ഇൻഫെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ച ആൻറ്റിബയോട്ടിക് ഇഫക്റ്റീവ് ആവില്ല. അതുമാത്രമല്ല, ആ പേഷ്യൻ്റ് നല്ല ഇമ്മ്യൂണിറ്റി ലോവർ ആണെങ്കിൽ നമ്മൾ കൂടിയ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ആ ആൻറ്റിബയോട്ടിക്കും ഉപയോഗപ്പെടാൻ സാധ്യതയില്ലാതെ വരാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ തരുന്ന നിർദ്ദേശപ്രകാരം തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കണം. നമ്മുടെ ഇഷ്ടപ്രകാരം 2-3 ദിവസം കഴിച്ച് നിർത്തരുത്. രണ്ടാമത്തെ കാര്യം, മിച്ചം വന്ന ആൻറ്റിബയോട്ടിക്കുകൾ. നമ്മുടെ കയ്യിൽ കുറച്ച് ആൻറ്റിബയോട്ടിക് ഉണ്ട്, അന്ന് ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, കീർത്തിയാണ് പാലക്കാട് നിന്നും. കീർത്തി, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഡോക്ടർ, നമ്മളിപ്പം പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്വയമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിലും നമ്മൾ ഡോളോ അല്ലെങ്കിൽ പാരസെറ്റാമോൾ അതൊക്കെയാണല്ലോ തരാറ്. അപ്പം അത് കഴിക്കല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതും ആന്റിബയോട്ടിക് നല്ലതല്ലല്ലോ നമ്മുടെ ശരീരത്തിന്. അപ്പം അതിനെക്കുറിച്ച് എന്താണെന്ന് ഒരു അഭിപ്രായം ഒന്ന് പറയാമോ? പനി വരുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജലദോഷപ്പനിയാണെങ്കിൽ 98% ജലദോഷപ്പനികളും വൈറസ് ജന്യ രോഗങ്ങളാണ്. അതിന് നമുക്ക് പാരസെറ്റമോളും ജലദോഷം കുറയ്ക്കാനുള്ള സെട്രിസിൻ പോലുള്ള മരുന്നുകളും പിന്നെ നന്നായിട്ട് ആവിയും പിടിച്ച് അങ്ങനെയൊക്കെ ഉള്ള മരുന്നുകൾ മതി. അതായത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മതി. സിംറ്റംസ് എന്തൊക്കെയാണ് അതിനുള്ള ചികിത്സ.
ഇനി അത് കൂടുതലായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷനിലോട്ട്, അതായത് കഫക്കെട്ടിലോട്ട് അല്ലെങ്കിൽ മഞ്ഞ കളർ കഫം വരിക, അങ്ങനെയൊക്കെ വരികയാണ്, 2 ദിവസം കഴിഞ്ഞിട്ടും പനി കുറയുന്നില്ല, വിറയലും പനിയും വരികയാണ്, അസഹനീയ തൊണ്ടവേദന വരികയാണെങ്കിൽ ഡോക്ടർ നോക്കിയിട്ട് ടെസ്റ്റുകൾ ചെയ്യണം. ആ ടെസ്റ്റുകൾ ചെയ്ത് ടെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല, ഡോക്ടർ പരിശോധിച്ചിട്ട് നെഞ്ചിൽ കഫക്കെട്ടുണ്ട്, ന്യൂമോണിയ പോലത്തെ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ ഡോക്ടർ അതിനുള്ള ആൻറ്റിബയോട്ടിക് തരും, അത് നമുക്ക് കഴിക്കാം. അല്ലാതെ നമുക്ക് തുടക്കത്തിൽ ഒരു ജലദോഷപ്പനിയൊക്കെ ആണെങ്കിൽ പാരസെറ്റമോളും ജലദോഷം കുറയ്ക്കാനുള്ള മരുന്നുകളും തന്നെ ധാരാളമാണ്. ഇനി രണ്ടാമതൊരു തരത്തിലുള്ള പനി, അതായത് നല്ല പനി, തലവേദന, ശരീരം വേദന, കാലിലെ മസിലൊക്കെ വേദന, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ലെപ്റ്റോ, അതായത് എലിപ്പനിയൊക്കെ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് വേണ്ടാന്ന് ആൻറ്റിബയോട്ടിക് ഡോക്ടർമാർ തന്നാലും അത് കഴിക്കണം. ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്നത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്നത് അധികം റെസിസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഇല്ലാത്ത, അതായത് പ്രതിരോധം പെട്ടെന്ന് വരാത്തൊരു ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് നമ്മൾ പ്രൊഫൈലാക്സിസ്, നമുക്ക് അസുഖം വരുന്നതിന് മുന്നേയും ഈ MNREG വർക്കേഴ്സ്, അതായത് തൊഴിലുറപ്പ് വർക്കേഴ്സിനൊക്കെ കൊടുക്കൂലേ, അപ്പോൾ അത് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. അല്ലാതെ നമുക്കൊരു ജലദോഷപ്പനിയായിട്ട് ആശുപത്രിയിൽ പോയാൽ പാരസെറ്റമോളും സെട്രസിനും തന്നെ മതി, ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വെൽക്കം. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ അമിതമായി ഇരിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടെങ്കിൽ അതിനെ ഏത് തരത്തിൽ ഡിസ്പോസ് ചെയ്യാമെന്നൊരു കാര്യമായിരുന്നു ഡോക്ടർ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. വരാം. അതെ, നമുക്ക് ഒരു കാരണവശാലും ആൻറ്റിബയോട്ടിക്കുകൾ തുറസായ മണ്ണിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒന്നും ഇടാൻ പാടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിലും വെള്ളത്തിലും എല്ലാം ബാക്ടീരിയകളാണ്. നമ്മൾ ഒരുപക്ഷെ ലോകത്ത് മനുഷ്യനുള്ളതിനേക്കാൾ എത്രയോ ഏറെയാണ് ബാക്ടീരിയകൾ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഈ ഒരു എർത്തിലുള്ളത്. കാരണം ബാക്ടീരിയയാണ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ മണ്ണിലോ വെള്ളത്തിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയ എക്സ്പോസ്ഡ് ആവും. അതായത് ബാക്ടീരിയ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ബാക്ടീരിയയ്ക്ക് റെസിസ്റ്റൻസ് വരാൻ, ഈ ആൻറ്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധിക്കാനുള്ള ശേഷി കൂടും. അപ്പോൾ ഭാവിയിൽ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ കാല് വല്ലതും മുറിഞ്ഞ് ബാക്ടീരിയ അകത്ത് കയറിക്കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ഇൻഫെക്ഷൻ നമ്മുടെ കാലിനൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്പോസൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി എങ്ങനെ ഡിസ്പോസ് ചെയ്യാം? ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിലെല്ലാം തിരിച്ച് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ടുവന്നാൽ അതവർ സ്വീകരിച്ച് നമ്മൾ കൃത്യമായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് വഴി നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, സത്യകുമാറാണ് വിഴിഞ്ഞത്ത് നിന്നും. സത്യകുമാർ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ഒരു സംശയം. ചോദിച്ചോളൂ. അതായത് ഇപ്പൊ ചെറിയ പനി വന്നാലും ശരി. പറയൂ. ഹലോ, കേൾക്കാം. നമസ്കാരം. ഡോക്ടർ, ഒരു ചെറിയ ജലദോഷപ്പനി വന്നാലും പെട്ടെന്ന് ഈ ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു പതിവ് നമ്മുടെ ജനങ്ങളിലുണ്ട്, നമ്മളുടെ. അതെ. അങ്ങനെ പോകുമ്പോഴും ഉടൻ തന്നെ ഡോക്ടർ എന്തായാലും വലിയ പറഞ്ഞോളൂ. അതെ, ഇപ്പൊ ഡോക്ടർ തൃപ്തിക്ക് വേണ്ടി ഉടൻ തന്നെ ഒരു ആന്റിബയോട്ടിക് കുറിക്കും. ആ ഡോക്ടറെ തൃപ്തിക്ക് വേണ്ടി ആന്റിബയോട്ടിക് കുറിക്കുന്ന പതിവുണ്ട് സാധാരണ. അപ്പോൾ അങ്ങനെ നമുക്കത് കഴിക്കണ്ട എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പൊ ജലദോഷപ്പനിയാണ്, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യം നല്ല ഭംഗിയായിട്ട് മനസ്സിലായി. അപ്പോൾ ജലദോഷപ്പനി നമുക്ക് മനസ്സിലായാൽ ആ ആന്റിബയോട്ടിക് കഴിക്കണ്ട എന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ പറയുന്നത് ജലദോഷപ്പനിയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടറിന് വേറെ സൈൻ തോന്നുകയാണ്. അതായത് നെഞ്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ തൊണ്ട നോക്കുമ്പോൾ തൊണ്ടയിൽ ടോൺസിലൈറ്റിസ്, ഞാൻ പറഞ്ഞ 98% ജലദോഷപ്പനി എന്ന് പറഞ്ഞാലും ബാക്കി 2% ഉണ്ടേ. അപ്പോൾ നമുക്ക് തൊണ്ട തുറന്നു നോക്കുമ്പോൾ നല്ല ടോൺസിലൈറ്റിസ്, മഞ്ഞ കളറിൽ പഴുപ്പ് പോലെ നിൽക്കുകയാണെങ്കിൽ അത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് പ്രധാനമായും വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ആ ഡോക്ടർ എഴുതി തന്നു കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക് കഴിക്കാം. നമുക്ക് എല്ലാ ജലദോഷപ്പനിയും വൈറസ് ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ജലദോഷപ്പനിയായിട്ട് ആശുപത്രിയിൽ പോയി ഡോക്ടർ തൊണ്ട നോക്കി, തൊണ്ടയിൽ നല്ല ടോൺസിലൈറ്റിസ് ഉണ്ട്,
അതുമല്ല ചെസ്റ്റ് നോക്കിയപ്പോൾ ചെസ്റ്റിൽ നല്ല കിറുകിറുപ്പ്, ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടുള്ള കിറുകിറുപ്പുണ്ടെങ്കിൽ അത് ന്യൂമോണിയ വരാനുള്ള സാധ്യതയാണ്. അങ്ങനെ ആൻറ്റിബയോട്ടിക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കണം. അതിലുപരി ഈ പറഞ്ഞ ഒരു ലക്ഷണങ്ങളും ഇല്ല എന്ന് കണ്ടാല് ഇപ്പം വെറും ജലദോഷപ്പനിയാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ആന്റിബയോട്ടിക് കഴിക്കണ്ട എന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ ഡോക്ടറിനോട് കാണുമ്പോൾ നമ്മുടെ ചിന്തയല്ലല്ലോ, ഡോക്ടർ നോക്കുമ്പോൾ ആ സയൻസ് ഉണ്ട് എലിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മരുന്ന് അങ്ങനെയാണല്ലോ ഡോക്ടർ കുറിപ്പ് എഴുതുന്നത്. നമുക്ക് തോന്നുക വെറും ജലദോഷപ്പനി എന്ന് തോന്നുമെങ്കിലും ഡോക്ടറിന് കാണുമ്പോൾ സയൻസ് തോന്നുകയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ജലദോഷം ചിലപ്പം അലർജിയായിട്ട് ജലദോഷം കാണും, കടുത്ത തലവേദന, ചുമ, കടുത്ത തലവേദന, നല്ല പനി, ശരീരം വേദന എന്നൊക്കെ ഉണ്ടാക്കുന്നത് എലിപ്പനി പല രീതിയിലും കാണാം. ആ ഭാഗത്തൊക്കെ എലിപ്പനി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഉറപ്പായിട്ടും ഡോക്സിസൈക്ലിൻ എഴുതണം. അപ്പം അങ്ങനെ ഒരു സംശയം വെച്ച് എഴുതുന്നതും ആവാം. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ആന്റിബയോട്ടിക്സിന്റെ ഒരു അമിത ഉപയോഗം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാവിയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ അമിതമായി ഉപയോഗിക്കുന്നത് കാരണമാകുമെന്ന് തോന്നുന്നു. എക്സാക്ട്ലി. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ലോകാരോഗ്യ സംഘടന പറയുന്നത് 2050 ഇപ്പം 7 ലക്ഷം ജനതയാണ് മരണപ്പെടുന്നതെങ്കിൽ ഇയർലിയാണ്, വർഷത്തിൽ 2050 ആകുമ്പോൾ 100 ലക്ഷം, അതായത് 10 മില്യൺ പോപ്പുലേഷൻ, ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കാൻ പോകുന്ന ഒരു മഹാമാരിയായി നമ്മൾ കാണാതെ തന്നെ നമ്മൾ ഈ ടിപ്പ് ഓഫ് ഐസ്ബർഗ് മാത്രമേ കാണുന്നുള്ളൂ. അതായത് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മൂടിക്കിടക്കുകയാണ്. 2050 ആകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മരണസംഖ്യ ഏറ്റവും കൂടിയ കേസസ് എല്ലാം ഈ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം. അതായത് 1942 മുന്നേ ആൻറ്റിബയോട്ടിക് ഉപയോഗം ഒന്നുമില്ലാത്തപ്പോൾ നമ്മുടെ ഒരു മരണ സമയം, അതായത് കറക്റ്റായിട്ട് നമ്മളൊരു 45-50 വയസ്സിലാണ് മരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നത് കൂടി 75 തൊട്ട് ഏകദേശം 80 വയസ്സ് വരെയാണ് നമ്മുടെ ഒരു ശരാശരി ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ ആൻറ്റിബയോട്ടിക്സ് കൊണ്ടുള്ള ഉപകാരമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആൻറ്റിബയോട്ടിക് പ്രതിരോധം കൂടിക്കൂടി വന്നു കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം, ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നാലും നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ആൻറ്റിബയോട്ടിക് കാണില്ല. അതായത് അത് കാരണമാണ് ഞാൻ നേരത്തെ വിശദമായി പറയാമെന്ന് പറഞ്ഞത്. ലോകാരോഗ്യ സംഘടന നമുക്ക് ഉള്ള ആൻറ്റിബയോട്ടിക്കുകളെല്ലാം 3ആയിട്ട് തിരിച്ചു. ഒന്ന് അസസ് ആൻറ്റിബയോട്ടിക്, ഒന്ന് വാച്ച് ആൻറ്റിബയോട്ടിക്, ഒന്ന് റിസർവ് ആൻറ്റിബയോട്ടിക്. ഈ അസസ് ആൻറ്റിബയോട്ടിക്കിൽ വരുന്ന ആൻറ്റിബയോട്ടിക്കുകളെല്ലാം ഈ ആൻറ്റിബയോട്ടിക് പ്രതിരോധം അധികം പെട്ടെന്ന് വരത്തില്ല. അതിന് എക്സാമ്പിളാണ് പെൻസിലിൻ, അമോക്സിസിലിൻ, ക്ലാവുലാനേറ്റ്, ഡോക്സിസൈക്ലിൻ, ടെട്രാസൈക്ലിൻ, സെഫലോസ്പോറിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഫസ്റ്റും സെക്കൻഡ് ജനറേഷൻ, അതെല്ലാം. ഇനി വാച്ച് ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ അസിത്രോമൈസിൻ, ക്ലാരിത്രോമൈസിൻ, അങ്ങനെ വരുന്ന കുറേ ആൻറ്റിബയോട്ടിക്, അതുപോലെ സിപ്രോഫ്ലോക്സാസിൻ. ഇനി കൂടിയ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിനസോളിഡ്, ആ ശ്രേണിയിലുള്ള കുറേ ടിജിസൈക്ലിനൊക്കെയാണ് നമ്മുടെ റിസർവ് ആൻറ്റിബയോട്ടിക്. അപ്പോൾ നമ്മൾ ലോകാരോഗ്യ സംഘടന പറയുന്ന അസസ് ആൻറ്റിബയോട്ടിക് നമുക്ക് ടെസ്റ്റൊന്നും ചെയ്യാതെ തന്നെ ഒരു രോഗി വരുമ്പോൾ നമുക്ക് കൊടുക്കാം. പക്ഷേ വാച്ചും റിസർവും ആൻറ്റിബയോട്ടിക് നമുക്ക് മൈക്രോബയോളജിയിൽ ടെസ്റ്റ് ചെയ്ത് ആ ആൻറ്റിബയോട്ടിക്കേ കൊടുക്കാൻ പറ്റൂ എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ കൊടുക്കാവൂ. പ്രത്യേകിച്ച് ലിനസോളിഡ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ലിനസോളിഡ് ഒന്ന് ഇടപെടുകയാണ്, നമുക്ക് മടങ്ങിയെത്താം. ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, സഞ്ജയാണ് പാലക്കാട് നിന്നും. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. അതെ, വൈഫിന് ഡെലിവറി ഒക്കെ കഴിഞ്ഞതാണ്. കേൾക്കാം, പറയൂ. ഡെലിവറി കഴിഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോ പനിയുണ്ട് വൈഫിന്. അപ്പൊ ആന്റിബയോട്ടിക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഡെലിവറി കഴിഞ്ഞ് പനി മാത്രമാണോ? പനി മാത്രം. വേറെ എന്തെങ്കിലും തൊണ്ടവേദന, ജലദോഷം, ചുമ, കൈകാൽ വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതില്ല. ഇങ്ങനെ പാല് ഇങ്ങനെ കെട്ടി നിന്നിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് കാരണം പനി ചെറുതായിട്ടുണ്ട്.
അല്ല, അത് ഡോക്ടറെ കാണിക്കൂ. ഡോക്ടറെ കാണിച്ചിട്ട് ആൻറ്റിബയോട്ടിക് ആവശ്യമാണെങ്കിൽ ഡോക്ടർ എഴുതും. അങ്ങനെ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. നമ്മൾ ഡോക്ടറെ കാണിക്കാതെ ഒരു ആൻറ്റിബയോട്ടിക്കും സ്വന്തമായിട്ട് ചികിത്സിക്കരുത്. അല്ല, ഒരു ഡോക്ടറാണ് ആന്റിബയോട്ടിക് എഴുതി തന്നതാണ്. ആ, അപ്പം ആവശ്യമുള്ളത് കൊണ്ടായിരിക്കണം എഴുതിയത്. അപ്പം കൃത്യമായിട്ട് കഴിക്കാം തന്നതുപോലെ. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യത്യസ്ത തരം ആന്റിബയോട്ടിക്കുകളെ സംബന്ധിച്ചായിരുന്നു. തുടരാം. അപ്പോൾ അതിനാൽ ഈ എന്താണ് പ്രശ്നം എന്നുള്ളതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ വരുമ്പോഴും ട്രീറ്റ് ചെയ്യാൻ ആൻറ്റിബയോട്ടിക്കുകൾ കാണാത്ത അവസ്ഥ. അതുപോലെ ഞാൻ ലിനസോളിനെ കുറിച്ച് പറഞ്ഞു. അതൊരു റിസർവ് ആൻറ്റിബയോട്ടിക്കാണ്. അത് നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യാതെ, മൈക്രോബയോളജി ലാബിലൊന്നും ഇടാതെ, ടെസ്റ്റ് ചെയ്യാതെ അതിൻ്റെ ലിനസോളിഡ് ആവശ്യമാണോ എന്നറിയാതെ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ലിനസോളിഡ് ആവശ്യമുള്ള അസുഖം വരുമ്പോൾ അത് റെസിസ്റ്റൻ്റായി മാറും, പ്രതിരോധിക്കപ്പെടും. അപ്പോൾ പ്രത്യേകിച്ച് ടി ബി, ഞാൻ വർക്ക് ചെയ്യുന്ന ടി ബിയുടെ ലാബിലാണ്. ക്ഷയരോഗം എന്ന് പറയുന്നത് ഒട്ടും മാറിയിട്ടില്ല, നമുക്കിപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ ക്ഷയരോഗത്തിലെ റെസിസ്റ്റൻസ് MDR, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബിക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ലിനസോളിഡ്. അപ്പോൾ കൂടിയ അസുഖത്തിന് ലിനസോളിഡ് കൊടുക്കണം. അപ്പം നമ്മൾ ചെറിയ ചെറിയ അസുഖത്തിന് ടെസ്റ്റ് ചെയ്യാതെ ലിനസോളിഡൊക്കെ കൊടുത്താൽ ഈ MDR ഓർഗാനിസംസ് ടി ബിയും ലിനസോളിന് പ്രതിരോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിനസോളിഡ് റെസിസ്റ്റൻസും വരാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രഗ് റെസിസ്റ്റൻസ്, റിഫാംപിസിൻ പോലത്തെ ഡ്രഗ് എല്ലാം റെസിസ്റ്റൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുഷ്ഠരോഗത്തിന് പോലും നമുക്ക് ചികിത്സയില്ലാതെ വരാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ആവശ്യമുണ്ട് ഡോക്ടർ തരുന്ന കുറിപ്പടി കൃത്യമായിട്ട് കഴിക്കുക. ഡോക്ടറിനെ കാണിച്ചിട്ട് മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. മിച്ച ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്, സമയപരിമിതിയുണ്ട്. എന്തായാലും ആന്റിബയോട്ടിക്കുകളെ സംബന്ധിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേരള ആരോഗ്യവകുപ്പിലെ ഡോക്ടർ LR ചിത്രയാണ്. സ്റ്റേറ്റ് TB സെൽ ഇന്റർമീഡിയറ്റ് റഫറൻസ് ലബോറട്ടറിയിലെ മൈക്രോബയോളജിസ്റ്റ് കൂടിയാണ് ഡോക്ടർ. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.